മുട്ട് മാറ്റി വെച്ചതിന് ശേഷവും മുട്ടുവേദന മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരെ കാണാറുണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീസൺസ്, അതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി അതല്ലാതെ, അത് പലപ്പോഴും നമ്മുടെ കയ്യിലല്ല, ഡോക്ടറുടെ കയ്യിലോ ഇനി അതല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ കയ്യിലോ എന്നൊക്കെ പറയാം. അല്ലാതെ നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാമായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അത് പലപ്പോഴും നമ്മൾ കറക്റ്റ് ഇൻഡിക്കേഷൻ, കറക്റ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ മുട്ട് മാറ്റി വെച്ചത് എന്നുള്ളതാണ്. ചിലപ്പം വേദന മുട്ട് തേയ്മാനം കൊണ്ടാകണമെന്നില്ല, ചിലപ്പോൾ മറ്റ് കാരണങ്ങൾ കൊണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാലയിൽ വെരിക്കോസ് വെയിൻ കാരണം വേദന വരാം. കാലിന് മുഴുവൻ വേദന കാണും, അത് മുട്ട് തേയ്മാനം കൂടെ ഉള്ളത് കൊണ്ട് ആ ഭാഗത്ത് ഭയങ്കരമായ വേദന കാണും. ഇനി അതല്ലെങ്കിൽ നടുവേദന കാരണം, നടുവിൻ്റെ ഞരമ്പ് അമങ്ങുന്നത് കൊണ്ടുള്ള വേദന, അങ്ങനെ പല കാരണം കൊണ്ട് മുട്ടുവേദന വരാം. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരുന്നു മുട്ടുവേദന എന്നുണ്ടെങ്കിൽ മുട്ട് മാറ്റി വെച്ചതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, വേദന മാറാതെ ഇരിക്കും. മറ്റ് ചില റീസൺസ് എന്തെന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് ശരീര പ്രകൃതി തന്നെ വേദന കൂടുതൽ എടുക്കുന്ന തരത്തിലാകാം. ഇനി അതല്ലെങ്കിൽ ഓപ്പറേഷന് ഇടയ്ക്കുള്ള ഞരമ്പിൻ്റെ ഡാമേജുകൾ കാരണം, ഇനി അതല്ലെങ്കിൽ ഞരമ്പിൻ്റെ ഡാമേജ് ഇല്ലാതെ തന്നെ ചില ആൾക്കാർക്ക് ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ പരിക്ക് പറ്റിയതിന് ശേഷമോ CRPS എന്നുള്ളൊരു സ്റ്റേജിലോട്ടൊക്കെ പോകാം. ഇതൊക്കെ കൊണ്ടാണ് മുട്ടുവേദന പലപ്പോഴും മാറാത്തത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും. അതിൻ്റെ അത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ വേദന മുട്ടിൽ നിന്ന് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാക്കിയതിന് ശേഷം ഓപ്പറേഷനിലോട്ട് പോകുന്നതാണ് ഏറ്റവും ബുദ്ധി.